സഞ്ജയന്റെ ഉപദേശങ്ങൾ കേട്ട് ധൃതരാഷ്ട്രർ ദുര്യോധനനോട് വീണ്ടും പറഞ്ഞു, മകനെ ദുര്യോധന, നീ കേട്ടില്ലേ ഇതെല്ലാം? കൃഷ്ണനോട് എതിരിടാതെ പാണ്ഡവരുമായി സഖ്യം ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്? കൃഷ്ണനെ ആശ്രയിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും. ദുര്യോധനൻ മറുപടി പറഞ്ഞു, പിതാവേ, ഭഗവാനായ ദേവകീപുത്രൻ അവർക്ക് പിന്തുണ നൽകുന്നുവെങ്കിൽ അങ്ങനെയാവട്ടെ. അർജുനപ്രിയനായ കൃഷ്ണനെ ഞാൻ ആശ്രയിക്കുകയില്ല. സഞ്ജയൻ പറയുന്ന വാക്കുകൾ കേട്ട് അങ്ങൊരിക്കലും പരിഭ്രമിക്കേണ്ടതില്ല. ആര് സഹായം ചെയ്താലും പാണ്ഡവരെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. തൻ്റെ പുത്രൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറഞ്ഞു, അല്ലയോ ഗാന്ധാരി, നിന്റെ പുത്രനിതാ താഴെ വീഴുന്നു. അഹങ്കാരിയായ അവൻ എൻ്റെ വാക്കുകൾ ഒന്നും കേൾക്കുന്നതേയില്ല. ഗാന്ധാരിയും ദുര്യോധനനെ ശാസിച്ചു. പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാത്ത ദുര്യോധന, നീ യാത്ര ചെയ്യുന്നത് വലിയ ദുരന്തത്തിലേക്കാണ്. ശത്രുക്കൾക്ക് സന്തോഷവും എനിക്ക് ദുഃഖവുമാണ് നീ നൽകുന്നത്. ഗാന്ധാരി വേദനയോടെ തൻ്റെ മകനായ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി.